പ്രാവശ്യത്തെ IBWന്റെ ഭാഗമായിട്ട് ഞാനൊരു റൈഡ് പോയായിരുന്നു. അതിന്റെ പേര് ചായ വിത്ത് പക്കോട എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കമന്റിലൂടെ. കഴിഞ്ഞ IBWന്റെ ബാക്കി ഭാഗം എവിടെയെന്ന്. കാര്യം ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് അത്ര വലിയ റെസ്പോൺസ് എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഇടാനുള്ള മടി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു വയനാട് യാത്ര നടത്തിയായിരുന്നു. അതൊക്കെ കൊണ്ട് പിന്നെ ആ സംഭവം ഞാൻ ഹാർഡ് ഡിസ്കിലോട്ട് കോപ്പി ചെയ്തിട്ട് പിന്നെ ബേസിക്കലി സംഭവം അത് നമ്മൾ ഉദ്ദേശിച്ച അത്ര വ്യൂ മാത്രമല്ല, എനിക്കൊരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടിയില്ല. അതിന് ആൾക്കാരിതും അതും ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു. ആ സാധനം തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ സാധനം വർക്കൗട്ട് ആവുകയും ചെയ്തില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് ഈ ക്രൗഡും ഇതിൻ്റെ ഇടയിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര ക്രൗഡ് വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കനുസരിച്ച് നമുക്ക് സാധനം ഒപ്പിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം തന്നെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ച അത്ര ആൾക്കാരിലോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി ഭാഗം ചെയ്യാനായിട്ട് ഒരു മടിയായിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ പിന്നെ വേറൊരു ട്രീറ്റ്മെൻറ്റിലാണ് ആ സാധനം വീഡിയോ ഫസ്റ്റ് ഭാഗം ഇറക്കിയത്. സെക്കൻഡും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം മിക്കവാറും ഈ IBWന് മുന്നേ അത് ഇറക്കി വിടണം. ഞാൻ നീണ്ട കുറെ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു റൈഡ് പോകുന്നത്. ഇതും IBWന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്ത റൈഡ്. ഒന്നാമത് ഇത് IBWന്റെ ഭാഗമായിട്ട് നടത്തുന്ന റൈഡും ഗൾഫ് ഇന്റർനാഷണലാണ് ഈ റൈഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താല്പര്യം കുറവാഞ്ഞിട്ട് കൂടി പോകാമെന്നുള്ള തീരുമാനത്തിലോട്ട് എത്തിയത്. പോകുന്ന സ്ഥലവും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് അവര് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ വീണ്ടും ഒരു ചെറിയൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റൈഡ് കൊച്ചിയിൽ തന്നെയാണ്, വേറെ എങ്ങോട്ടും യാത്ര പോകുന്നില്ല. മോജോ നീ റെഡിയല്ലേ? നമുക്ക് പോവാല്ലേ? യെസ്, ഐ ആം റെഡി. ചായ വിത്ത് പക്കോടയുടെ രജിസ്ട്രേഷന് ശേഷം എനിക്ക് ലഭിച്ച വസ്തു, ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കറുകളും നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ഓവർകോട്ടുമാണ് നൽകിയിരിക്കുന്നത്. റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓവർകോട്ട് നമ്മൾ ധരിക്കേണ്ടതാണ്. നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഓവർകോട്ടുകൾ യൂസ് ചെയ്യുന്നത്. വൈറ്റിലെ ഡെക്കാത്തലോണിന്റെ ഫ്രണ്ടിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200-ൽ പരം റൈഡേഴ്സ് ഈ ചായ വിത്ത് പക്കോടയിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒത്തിരി മോട്ടോർ സൈക്കിളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലതൊക്കെ കസ്റ്റമൈസ്ഡ് മോഡിഫൈഡും ചെയ്തിട്ടുള്ളതാണ്. മോട്ടോർ സൈക്കിളിന്റെ പേരുകൾ എടുത്തു പറഞ്ഞാൽ തീരുകയില്ല. ഈ കാണുന്നതാണ് ഹോണ്ടയുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി. പലരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഈ കാണുന്ന മെട്രോ പണിക്കാരനെ പോലെ ആക്കണ്ടായിരുന്നു. അങ്ങനെ മെട്രോ പണിക്ക് പോകാൻ ഞാൻ റെഡിയായിരിക്കുകയാണ്. ജാക്കറ്റ് ഊരി ആ ടീഷർട്ടിന്റെ പുറത്ത് കറക്റ്റ് മെട്രോ പണിക്കാരൻ. എന്ത് അവസ്ഥയാണിത്. നല്ല വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. കിട്ടിലും വണ്ടികളും കണ്ടമാനം വണ്ടികൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ നിർത്തിയിരിക്കുന്ന RX100 യമഹയുടെ. യമഹയെ ഈ കാണുന്ന യമഹയെ ആക്കാൻ വേണ്ടിയുള്ള പങ്ക് ഇവനും അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഈ വീഡിയോ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിളിനെ അവർ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു. 6-8 മണിക്ക് തന്നെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നിലവിൽ ഇപ്പൊ ക്ലൈമറ്റ് കുഴപ്പമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ പണിയാവും. അതല്ലെങ്കിൽ പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ അതിലും വലിയ പണിയാവും. വെയിൽ വരുന്നതിന് മുമ്പ് സ്റ്റാർട്ടായാൽ മതിയായിരുന്നു. ഞാൻ നിൽക്കുന്ന വൈറ്റിലെ ഡെക്കാത്തലോണിന്റെ ഫ്രണ്ടിലാണ്. എനിക്കിങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാനാണ് ഇഷ്ടം. പിന്നെ SMK ഹെൽമെറ്റ്സ്, പിന്നെ അങ്ങനെ 2-3 സ്പോൺസേഴ്സ് ഉണ്ട്. At last finally they are briefing the riding instructions. ചുരുക്കി പറഞ്ഞ എന്താണ് റൈഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തല്ല. നമ്മൾ പോകുന്ന ചെറായി കുഴിപ്പുള്ളി ബീച്ചിലുള്ള ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക്. നമ്മൾ പോകുന്ന കൊച്ചിയിലെ അതിമനോഹര റൂട്ടായ കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ റോഡിലൂടെയാണ്. ഇതിലൂടെ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ റൂട്ടിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. നിങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൂരം പോലെ നിറങ്ങൾ ചിതറണം, യാത്രകൾ എന്നും തുടരട്ടെ, എനർജികൾ എന്നും നിറയട്ടെ, ഹൃദയത്തിന്റെ താളം കേട്ടു നവയാത്രകളായി
ആരംഭിക്കട്ടെ. നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ കാണുന്ന കായലും കടലും നിറഞ്ഞതാണല്ലോ കൊച്ചി പട്ടണം. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പലരും എക്സൈറ്റ്മെന്റിൽ ആവാറുണ്ട്. ആ എക്സൈറ്റ്മെന്റ് പലരും ഫോണിലൂടെ പകർത്തുന്നുമുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ചെറിയൊരു തണുത്ത കാറ്റ് വീശാറുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. ഈ കാണുന്നതാണ് ഇന്ദ്രേനിയം അഡ്വഞ്ചർ പാർക്ക്. സംഭവം അതിമനോഹരമായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ബോട്ട് 2018 സിനിമയിൽ യൂസ് ചെയ്ത ബോട്ടാണ്. ഈ സ്പിന്നിംഗ് വീല് കറങ്ങി ആരോന്റെ നേരെ എന്ത് വരുന്നു അത് നമുക്ക് ലഭിക്കുന്നതാണ്. പഫിലാണ് നിൽക്കണമെങ്കിൽ ഒന്നും ലഭിക്കുകയില്ല. ഈ കാണുന്നതാണ് ഇന്ദ്രേനിയം അഡ്വഞ്ചർ പാർക്കിന്റെ ഉൾവശം. നേരം 11 മണിയായി. ഈ പ്ലേറ്റിൽ കാണുന്നതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ലളിതമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ആൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇവന്റ് എല്ലാം കംപ്ലീറ്റ് ആയായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവന്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയായിരുന്നു. കുറച്ചുകൂടിയൊക്കെ എന്റർടൈൻമെന്റും കുറച്ചുകൂടിയൊക്കെ ആക്ടിവിറ്റീസ് ആവാമായിരുന്നു. എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ, ഇത് നടത്തിപ്പുകാർക്ക് കൂടി തോന്നണ്ടേ. അതായത് ഒരു ഫുൾ ഡേ പ്രോഗ്രാം പ്ലാൻ ചെയ്യണമായിരുന്നു. അതായത് രാവിലെ തുടങ്ങി വൈകുന്നേരം തീരുന്ന ഒരു ഇവന്റ്. അതായത് വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ തീരുന്ന പോലെ. നിഴലുകൾ പിന്നിലാക്കാം, വായുവിൽ സ്വപ്നം വിതറാം, പടവുകൾ കടക്കാം, യാത്രകളെന്നും തുടരട്ടെ. ഞാൻ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന മോട്ടോർ സൈക്കിളെല്ലാം കണ്ട് ആസ്വദിച്ചു. ഇവിടെ ഇരിക്കുന്ന മൊത്തം മോട്ടോർ സൈക്കിളും ട്രയംഫിന്റെ ആണ്. അതിന്റെ ഇടയിൽ ഒരു NX500 ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ട്രയംഫിന്റെ തന്നെ സീഡിന്റെ ലിമിറ്റഡ് എഡിഷൻ മോഡലും പിന്നെ ഡുക്കാട്ടിയുടെ തന്നെ മൾട്ടി സ്റ്റാർഡ് ഇരിക്കുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ട് അർത്ഥമില്ലാന്ന് മനസ്സിലായപ്പോ പയ്യെ ഞാനും പോന്നു. എനർജികൾ എന്നും നിറയട്ടെ, ഹൃദയത്തിന്റെ താളം കേട്ടു, നവയാത്രകൾ ആരംഭിക്കട്ടെ. മിഴികളടച്ചും തുറന്നും നീലവും പച്ചയും കണ്ടും കാലം കാലം താണ്ടുന്ന കുതിപ്പിൽ പാതകളെല്ലാം തേടും, യാത്രകളെന്നും തുടരട്ടെ. എനർജികൾ എന്നും നിറയട്ടെ, ഹൃദയത്തിന്റെ താളം കേട്ടു, നവയാത്രകൾ ആരംഭിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.